വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. ഇത് തേർഡ് പാർട്ട് നമ്മൾ നോക്കുന്നത്. കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോം. സം ഓഫ് ദ സോഷ്യൽ റിഫോമേഴ്സ് ഹാവ് ബീൻ ഡിസ്കസിങ് ഓൾസോ ക്രിറ്റിസൈസ്ഡ് കാസ്റ്റ് ഇൻഇക്വാലിറ്റി. കാസ്റ്റ് ഇൻഇക്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കുറച്ച് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു. അവരും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരാണ്. റാം മോഹൻ റോയിയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഹി ട്രാൻസ്ലേറ്റഡ് ആൻ ഓൾഡ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് വാസ് ക്രിട്ടിക്കൽ ഓഫ് ദി കാസ്റ്റിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഓൾഡ് ബുദ്ധിസ്റ്റ് ബുക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് റാം മോഹൻ റോയ് ആയിരുന്നു. പ്രാർത്ഥന സമാജ് അഡ്ഹേർഡ് ടു ദ ട്രഡീഷൻ ഓഫ് ഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥന സമാജ് ഈസ് ഓൾസോ ബിലീവ്ഡ് ഇൻ സ്പിരിച്വൽ ഈക്വാലിറ്റി ഓഫ് ഓൾ കാസ്റ്റ്. എല്ലാ ജാതികളും സ്പിരിച്വലി ഈക്വലാണെന്ന് വിശ്വസിച്ച ഒരു സമാജാണ് പ്രാർത്ഥന സമാജ്. ഇൻ ബോംബെയിൽ പരമഹംസ് മണ്ഡലി was founded in 1840 to work for the abolition of caste. കാസ്റ്റ് സിസ്റ്റം അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പായിരുന്നു പരമഹംസ് മണ്ഡലി. Many of these reformers and members of reform associations were people of upper caste. ഇതിൽ കൂടുതലും ഈ റിഫോം അസോസിയേഷൻസിലെ റിഫോമേഴ്സ് എല്ലാം മെജോറിറ്റി അപ്പർ കാസ്റ്റ് ഉള്ളവർ തന്നെയായിരുന്നു. Often in secret meetings, these reformers would violate caste taboos on ഫുഡിനെ കുറിച്ചും ടച്ചിനെ കുറിച്ചൊക്കെയുള്ള അൺടച്ചബിലിറ്റി ഒക്കെ ആയിട്ടുള്ള ടാബൂസ്, റോങ് ഡൂയിങ്സ്, അതിനെല്ലാം വയലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഈ അപ്പർ കാസ്റ്റിൽ തന്നെയുള്ള ഈ റിഫോമേഴ്സ്. ആൻഡ് in an effort to get rid of the hold of caste prejudice in their life, അവരുടെ ജീവിതത്തിലെ ആ കാസ്റ്റ് പ്രെജുഡിസിനെ മാറ്റിവെക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. There were also others who questioned the injustice of the caste social order. ഈ കാസ്റ്റ് സോഷ്യൽ ഓർഡറിൻ്റെ ഇൻജസ്റ്റിസ്, അന്യായങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു, അതിനെ എതിർക്കുന്ന കുറേ പേര്. And during the course of the 19th century, Christian missionaries began setting up schools for tribal groups. ട്രൈബൽ പിള്ളേർക്ക്, കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് ക്രിസ്ത്യൻ മിഷണറീസ് സ്കൂളുകളൊക്കെ തുടങ്ങുന്ന ആ സമയമായിരുന്നു ഈ ഡ്യൂറിങ് ദി 19th century. ആൻഡ് ലോവർ കാസ്റ്റ് ചിൽഡ്രനും ട്രൈബൽ ചിൽഡ്രനൊക്കെ വേണ്ടിയിട്ട്. ദി ചിൽഡ്രൻ were thus equipped with some resources to make their way into the changing world. ഈ ചേഞ്ചിങ് വേൾഡിൽ അവർക്ക് അവരുടെ കാലിൽ നിൽക്കാനായിട്ട് ഈ പഠിത്തങ്ങൾ, ഈ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ സ്കൂൾസൊക്കെ ഈ എഡ്യൂക്കേഷൻ അവർക്ക് സഹായിക്കും. അറ്റ് ദ സെയിം ടൈം പുവർ ബിഗാൻ ലീവിങ് ദ വില്ലേജസ്. ആ സമയത്ത് തന്നെയാണ് ഈ പാവപ്പെട്ട ആൾക്കാർ അവരുടെ വില്ലേജൊക്കെ വിട്ട് ജോബിന് വേണ്ടിയിട്ട് സിറ്റികളിലോട്ട് പോകുന്നത്. ദർ വാസ് എ വർക്ക് ഇൻ ദ ഫാക്ടറികളിൽ വർക്ക് ചെയ്യാനായിട്ടും that are coming up, and jobs in മുനിസിപ്പാലിറ്റികളിലും ഫാക്ടറികളിലും സിറ്റിയിലെ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് ആൾക്കാർ അവർ വില്ലേജ് വിട്ട് പോയിക്കൊണ്ടിരുന്നു. തിങ്ക് ഓഫ് ദി ന്യൂ ഡിമാൻഡ്സ് ഓഫ് ലേബർ ദിസ് ക്രിയേറ്റഡ്. അങ്ങനെ ഒരുപാട് ലേബർ വർക്ക്, കൂലിപ്പണികളുണ്ടായി. ഡ്രെയിൻസ് ഹാഡ് ടു ബി ഡഗ്. എന്തൊക്കെയായിരുന്നു ജോലികൾ? ഡ്രെയിൻ, അഴുക്ക് ജാലികൾ ഉണ്ടാക്കുക, റോഡ്സ് ലെയ്ഡ്, റോഡുകൾ ഉണ്ടാക്കുക, ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുക, സിറ്റി ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള പല ലേബർ വർക്കുകളുണ്ടായിരുന്നു. ദിസ് റിക്വയർഡ് കൂലീസ്. അതിന് കൂലിക്കാരെ ആവശ്യമാണ്. ഡിggers, കുഴിക്കുന്നവരെ, കാരിയേഴ്സ്, ബ്രിക്ക് ലെയേഴ്സ്, സീവേജ് ക്ലീനേഴ്സ്, സ്വീപ്പേഴ്സ്, പലക്കിൻ ബിയറേഴ്സ്, പല്ലക്ക് ചുമക്കുന്നവർ, അതുപോലെ തന്നെ റിക്ഷ വലിക്കുന്നവർ, അങ്ങനെ പല ജോബും ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഈ പാവപ്പെട്ടവർ അവരുടെ ഗ്രാമങ്ങൾ വിട്ട് സിറ്റികളിലോട്ട് പോയി. ആൻഡ് വെർ ഡിഡ് ദിസ് ലേബർ കം ഫ്രം? എവിടെ നിന്നാണ് ഈ ലേബർ കിട്ടുന്നത്, ഈ കൂലിക്കാർ കിട്ടുന്നത്? പുവർ ഫ്രം ദ വില്ലേജസ് ആൻഡ് സ്മോൾ ടൗൺസ്. ചെറിയ ടൗണിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ആൾക്കാർ. മെനി ഓഫ് ദം ഫ്രം ലോ കാസ്റ്റ്. മജോറിറ്റി ലോ കാസ്റ്റിൽ നിന്ന് വരുന്നവർ, ലോ കാസ്റ്റ് ഉള്ളവരായിരുന്നു. ബിഗാൻ മൂവിങ് ടു ദ സിറ്റീസ് വെയർ ദർ വാസ് ന്യൂ ഡിമാൻഡ് ഓഫ് ലേബർ. അവർക്ക് സിറ്റികളിലോട്ട് അവിടെ ജോലി കിട്ടുന്നതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു.
സം ഓൾസോ വെൻ ടു വർക്ക് ഇൻ ദ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാനായിട്ടും പോയി. എവിടെയൊക്കെയാണ്? ആസാമിൽ, മൊറീഷ്യസിൽ, ട്രിനിഡാഡിൽ, ഇന്തോനേഷ്യയിലൊക്കെ പ്ലാന്റേഷൻസിൽ പണിക്കും പോയി. വർക്ക് ഇൻ ദ ന്യൂ ലൊക്കേഷൻസ് വാസ് ഓൾസോ വെരി ഹാർഡ്. ഇങ്ങനെയുള്ള പുതിയ ലൊക്കേഷൻസിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ബട്ട് ദ പുവർ പീപ്പിൾ ഫ്രം ലോ കാസ്റ്റിലുള്ള ഈ പാവപ്പെട്ട ആൾക്കാർ സോ ദിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടുകൊണ്ട് ടു ഗെറ്റ് അവേ ഫ്രം ദ ഒപ്രസീവ് ഹോൾഡ് ഓഫ് അപ്പർ കാസ്റ്റ് ലാൻഡ് ഓണേഴ്സ് അപ്പർ കാസ്റ്റ് ലാൻഡ് ഓണേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവരിൽ നിന്നുള്ള ബാഡ് എക്സ്പീരിയൻസ് എല്ലാം വിട്ടുകൊണ്ട് അവരൊരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലോട്ട് ജോലി ചെയ്യാനായിട്ട് പോയി. തന്നെ ദർ വർ അതർ ജോബ്സ് ടു, ഇതുകൂടാതെ മറ്റ് ജോലികളുണ്ടായിരുന്നു. ദി ആർമി ഫോർ ഇൻസ്റ്റൻസ് ഓഫേർഡ് ഓപ്പർച്യൂണിറ്റീസ്. ആർമിയും കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. എ നമ്പർ ഓഫ് മഹർ പീപ്പിൾ ഹൂ വെർ റിഗാർഡഡ് ആസ് അൺടച്ചബിൾ ആയിട്ട് കണക്കാക്കിയിരുന്ന ഈ മഹർ ആൾക്കാരെ ഫൗണ്ട് ജോബ്സ് ഇൻ മഹർ റെജിമെൻറ്റിൽ അവർക്ക് പല ജോലികളും അവിടെ നിന്ന് കിട്ടുമായിരുന്നു. ദ ഫാദർ ഓഫ് പി ആർ അംബേദ്കറിൻ്റെ ഫാദർ ലീഡർ ഓഫ് ദി ദളിത് മൂവ്മെൻറ്റിലെ ലീഡറായ ബി ആർ അംബേദ്കറിൻ്റെ ഫാദർ ടോട്ട് അറ്റ് ആൻ ആർമി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫിഗറിൽ കാണുന്നത് കൂലി ഷിപ്പാണ്. 19th century ദ കൂലി ഷിപ്പ് നെയ്മഡ് ജോൺ ആലൻ carried many Indian laborers to മൊറീഷ്യസിലോട്ട് കുറേ ഇന്ത്യൻ ലേബറേഴ്സിനെ കൊണ്ടുപോയ ഷിപ്പാണ് ജോൺ ആലൻ എന്ന് പറഞ്ഞാൽ. വേർ ദേ ഡിഡ് എ വെറൈറ്റി ഓഫ് ഫോംസ് ഓഫ് ഹാർഡ് ലേബർ അവരവിടെ പണിയെടുത്തു. ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് ലേബേഴ്സ് വെർ ഫ്രം ലോ കാസ്റ്റ്. അവർ മെജോറിറ്റി ലോ കാസ്റ്റിലെ ആൾക്കാരായിരുന്നു ഈ ലേബേഴ്സായിട്ട് പോയിരുന്നത്. ഹൂ കുഡ് പ്രൊഡ്യൂസ് ഷൂസ്? Leather workers have been traditionally held in contempt since they work with dead animals which are seen as dirty and polluting. അതായത് ഡെഡ് ആനിമൽസിൻ്റെ സ്കിൻ എടുക്കുന്നതും അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്ന ലെതർ വർക്കേഴ്സ് അവർ പൊല്യൂട്ടിംഗ് ആയ, വൃത്തിയില്ലാത്ത വർക്ക് ചെയ്യുന്നവരായ അങ്ങനെയാണ് കണ്ടിരുന്നത്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാറിൽ however there was a huge demand for shoes for ആർമിയിലെ ആൾക്കാർക്ക്, സോൾജേഴ്സിന് ഷൂസിൻ്റെ വലിയ ഡിമാൻഡ് ഉണ്ടായി. Caste prejudice against leather work meant that only the traditional leather workers and shoemakers were ready to supply army shoes. അപ്പോൾ സാധാരണ ആൾക്കാരൊന്നും ഷൂ ഉണ്ടാക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രിജുഡിസ് ഉണ്ട്, ലെതർ വർക്കേഴ്സ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർ താഴേക്കടയിലുള്ള ആൾക്കാരെ അങ്ങനെയുള്ള ജോലി ചെയ്യുള്ളൂ. സോ ദേ കുഡ് ആസ്ക് ഫോർ ഹൈ പ്രൈസ്. അപ്പോൾ ഇവർ മാത്രമേ ഉണ്ടാക്കുള്ളൂ, അതുകൊണ്ട് അപ്പോൾ ഭയങ്കര ഡിമാൻഡായി വേൾഡ് വാറിൻ്റെ സമയത്ത് ഷൂസിന്. അപ്പോൾ ഒരുപാട് പ്രൈസ് അവർ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇംപ്രസീവ് പ്രോഫിറ്റ് അവർക്ക് കിട്ടി. ദ മഡിഗാസ് മേക്കിംഗ് ഷൂസ്. ഈ ഫിഗറിൽ കാണുന്നത് മഡിഗാസ് ഷൂസ് ഉണ്ടാക്കുന്നതാണ്. 19th century ആന്ധ്രാപ്രദേശിൽ. മഡിഗാസ് വെർ എൻ ഇമ്പോർട്ടൻറ്റ് അൺടച്ചബിൾ കാസ്റ്റ് ആയിരുന്നു ആ സമയത്ത് ആന്ധ്രാപ്രദേശിൽ. ദേ ആർ എക്സ്പേർട്സ് അറ്റ് ക്ലീനിങ് ഹൈറ്റ്സ്. ഇപ്പോൾ ഈ തൊലികൾ, അനിമൽസിൻ്റെ തൊലി ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ടാനിങ് ചെയ്ത് അതിനെ തുന്നി സാൻഡൽസൊക്കെ ഷൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് എക്സ്പേർട്സ് ആയിരുന്നു അവർ. ഡിമാൻഡ്സ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. ഗ്രാജുവലി ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century ആയപ്പോഴേക്കും പീപ്പിൾ ഫ്രം വിത്തിൻ ദി നോൺ ബ്രാഹ്മിൻ കാസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ ബിഗാൻ ഓർഗനൈസിങ് പല മൂവ്മെൻറ്റ്സും അവർ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അവർ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ സോഷ്യൽ ഇക്വാലിറ്റിക്കും ജസ്റ്റിസിനും വേണ്ടിയിട്ട്. ആൻഡ് സത്നാമി മൂവ്മെൻറ്റ് ഇൻ സെൻട്രൽ ഇന്ത്യയിലെ സത്നാമി മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഘാസിദാസ്, ഹൂ വർക്ക്ഡ് എമംഗ് ദി ലെതർ വർക്കേഴ്സ് ആൻഡ് ഓർഗനൈസ്ഡ് എ മൂവ്മെൻറ്റ് ടു ഇംപ്രൂവ് ദെയർ സോഷ്യൽ സ്റ്റാറ്റസ്. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ലെതർ വർക്കേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്ത ആളാണ് ഈ ഘാസിദാസ്. അദ്ദേഹം ഒരു സത്നാമി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റൊക്കെ തുടങ്ങി. ഇൻ ഈസ്റ്റേൺ ബംഗാളിൽ ഹരിദാസ് ഠാക്കൂർസ് മത്വ സെക്ട് വർക്ക്ഡ് എമംഗ് ചണ്ടാല കൾട്ടിവേറ്റേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്ത ഇതാണ്
Matwa sect. Haridas questions the Brahmanical texts that supported caste system. കാസ്റ്റ് സിസ്റ്റംസ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിന് എതിരെ സംസാരിച്ച ആളാണ് ഈ ഹരിദാസ്. അതുപോലെ തന്നെ ഇൻ വാട്ട് ഈസ് പ്രസൻറ്റ് ഡേ കേരളയിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഈഴവ കാസ്റ്റിൻ്റെ ഒരു ഗുരു, ശ്രീനാരായണ ഗുരു. പ്രൊക്ലെയിംഡ് ദ ഐഡിയൽസ് ഓഫ് യൂണിറ്റി ഫോർ ഹിസ് പീപ്പിൾ. എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സന്ദേശം കൊടുത്ത ഗുരുവാണ്. ആർഗ്യൂഡ് അഗെയിൻസ്റ്റ് ട്രീറ്റിംഗ് പീപ്പിൾ unequally on the basis of caste difference. ജാതി വ്യത്യാസങ്ങളനുസരിച്ച് ആൾക്കാരെ അൺഈക്വലായി ട്രീറ്റ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റായിട്ട് ആർഗ്യൂ സംസാരിച്ച ഗുരുവാണ് ശ്രീ നാരായണ ഗുരു. അക്കോർഡിംഗ് ടു ഹിം ഓൾ ഹ്യൂമൻ കൈൻഡ് ബിലോങ് ടു ദ സെയിം കാസ്റ്റ്. ആ ഗുരു പറയുന്നത് എല്ലാ കാസ്റ്റും, എല്ലാ ആൾക്കാരും ഒരേ കാസ്റ്റ് തന്നെയാണ്. വൺ ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെയാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ മാൻകൈൻഡ്. All these sects were founded by leaders who came from non-Brahman caste and worked amongst them. നോൺ-ബ്രാഹ്മൺ കാസ്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റായി സംസാരിച്ച് വർക്ക് ചെയ്തത്. And they tried to change those habits and practices which promote contempt of dominant caste. ഈ ഡോമിനൻ്റ് കാസ്റ്റ് ഈ ചെയ്തിരുന്ന ഈ ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇവരെല്ലാവരും. They tried to create a sense of self-esteem among subordinates. താഴെയുള്ള കാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അവർ വർക്ക് ചെയ്തു. നോ പ്ലേസ് ഇൻസൈഡ് ദ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ലോ കാസ്റ്റ് ആണെങ്കിൽ സ്ഥലമില്ല. ഇൻ ദി ബോംബെ പ്രസിഡൻസി ആസ് ലേറ്റ് ആസ് 1829, 1829 അൺടച്ചബിൾസ് വെർ നോട്ട് അലൗഡ് ഇൻ ടു ഈവൻ ഗവൺമെൻറ് സ്കൂളിൽ പോലും അൺടച്ചബിൾസിന് പഠിക്കാൻ പറ്റില്ലായിരുന്നു. ദെൻ സം ഓഫ് ദെം പ്രസ്ഡ് ഹാർഡ്. കുറച്ച് വാശി പിടിക്കുകയാണെങ്കിൽ അവരുടെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട്, പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്, ദെൻ ദേ അലൗഡ് ദെം ടു സിറ്റ് ഓൺ ദ വരാന്ത ഔട്ട്സൈഡ് ദ ക്ലാസ് റൂമിൻ്റെ പുറത്തുള്ള വരാന്തയിലാണ് അവരിയ്ക്കാൻ സമ്മതിക്കുള്ളായിരുന്നു. ആൻഡ് ലിസൺ ടു ദ ക്ലാസ്. അവിടെ ഇരുന്ന് അവർക്ക് ക്ലാസ്സുകൾ കേൾക്കാം വിതൗട്ട് പൊല്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ അവർ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹയർ ക്ലാസ് കാസ്റ്റിൻ്റെ അവർ പൊല്യൂട്ട് ആവുമെന്നാണ് പറയുന്നത്. ദ റൂം വെയർ അപ്പർ കാസ്റ്റ് ബോയ്സ് വെർ ടോട്ട്. അവർ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഒരു വെളിയിലിരുന്ന് ക്ലാസ് കേട്ടോളണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത പാട്ടിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.